നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 27-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 12-ാം തീയതി ബുധനാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം പൊതുവേ വളരെ നെഗറ്റീവ് നക്ഷത്രമൊന്നുമല്ല, ശുഭകാര്യത്തിന് എടുക്കാവുന്ന നക്ഷത്രമാണ്. അപ്പോൾ ചിത്തിര നക്ഷത്രം ബുധനാഴ്ച. അപ്പോൾ നമുക്കും ഇന്നും ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യാം, ശുഭപ്രദമായ കാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങാം. ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും, സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് നേരെയാക്കാൻ വേണ്ടി വേണമെങ്കിൽ ശ്രമം നടത്താം. പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി ശ്രമം തുടരാം. ഇതിനൊക്കെ കൊള്ളാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിച്ചോളുക. ഇന്ന് ബുധനാഴ്ചയും ചിത്തിര നക്ഷത്രവും വന്നിരിക്കുന്നവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വൃശ്ചിക മാസത്തിലെ ചിത്തിര നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ദശകൾ ദോഷമായി നിന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഒരു പരിധിവരെ അതിജീവിച്ച് നിങ്ങൾക്ക് പുരോഗതിയെ തരാനുള്ള ശക്തിയുണ്ട് ബുധനാഴ്ച ബർത്ത്ഡേ വന്നതുകൊണ്ട്. നിങ്ങൾക്ക് കുറേ ഭാഗ്യദായകമായ അവസ്ഥകളെ പ്രദാനം ചെയ്തു തരും. സാമ്പത്തിക നേട്ടമാവട്ടെ, മറ്റ് പുരോഗതികളാവട്ടെ ഒക്കെ തരും. അതിനൊപ്പം തന്നെ ബിസിനസ് കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരം വന്നിരിക്കുകയാണ്. നിങ്ങൾ ബിസിനസ് ആദ്യ കാര്യങ്ങൾ ചെയ്യണം, വിജയിക്കും. അല്ല, ബിസിനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർ അല്പം ഇഴഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കണം, അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ജോലിയില്ലാത്തവർക്ക് ജോലിയെ കിട്ടും. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിത്തം തുടങ്ങാൻ പറ്റും. അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിദ്യാഭ്യാസപരമായി നല്ല റിസൾട്ട് ലഭിക്കും. വിദേശത്തൊക്കെ ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ വർഷമാണ്. അപ്പോൾ ഇന്നത്തെ നാളും ഇതും വച്ചിട്ട് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. അതുപോലെ ഇന്ന് ഓരോ നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടി ഇറങ്ങണം. കാരണം ഇന്ന് നമുക്ക് യാത്രയ്ക്ക് നോക്കുമ്പോൾ മാത്രം രാവുകാലം നോക്കണം. നമ്മൾ യാത്രയൊക്കെ പോകണം, രാവിലെ പോവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾക്ക് ഉച്ചയ്ക്ക് പോയാൽ മതിയെങ്കിൽ നമുക്ക് രാവുകാലം നോക്കി പോകണം. 12 മണി മുതൽ 1:30 മണി വരെ എന്ന് രാവുകാലം ഇട്ടിട്ടുണ്ടെങ്കിലും കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അപ്പോൾ 12 മണി 12 മിനിറ്റ് തൊട്ട് 12:38 വരെയാണ് രാവുകാല സമയം. ഇത് യാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഗുളികനെയും യമകണ്ഠനെയും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 10:46 തൊട്ട് 12:12 വരെയും യമകണ്ഠ കാല സമയം 7:34 തൊട്ട് 9:20 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ഉച്ചയ്ക്ക് തന്നെയാണ്. 11 മണി 48 മിനിറ്റ് തൊട്ട് ആരംഭിക്കും, 12:36 വരെ. ഈ സമയം ശരിക്ക് ഗുളികൻ്റെയും അതുപോലെ രാഹുവിൻ്റെയൊക്കെ ബന്ധമുള്ള സമയമായതുകൊണ്ട് ആകിലും നമുക്ക് ഈ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണ്ട. മറ്റ് രാശികൾ തന്നെ ഉണ്ട്. ഇന്ന് നല്ല ദിവസമാണ്. അപ്പോൾ നമുക്ക് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പോയാൽ മതി. ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച കളറിലുള്ള വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഒരു ഷർട്ടായിട്ടോ ചുരിദാറായിട്ടോ ബ്ലൗസായിട്ടോ ഷാളായിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും പച്ച കളർ വസ്ത്രം കരുതണം. കാരണം ഇത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരാനും നിങ്ങൾക്ക് ഇന്നിറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാവർക്കും ആ ദിവസത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.